2021 കർഷക സമരം ഇതിലും വലിയ മഹാസംഭവമായിട്ട് മാധ്യമങ്ങൾ ചിത്രീകരിച്ചു. ഇതിലും വലിയ സമരമായിരുന്നു അത്. ഭയങ്കര ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമരം ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് ഞാൻ ഡൽഹിയിലായിരുന്നല്ലോ. അപ്പം 2021 ഒരു മഞ്ഞുകാലത്തായിരുന്നു ഈ വാളുമൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കർഷക സമരം എന്നാണ് ഇവരിതിനെ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ആ ചെല്ലുന്ന ഉടനെ കാണുന്നത് വില കൂടിയ കാറുകളിൽ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇത് കർഷകരല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. കാരണം ഭാരതത്തിലെ കർഷക സമൂഹത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാമല്ലോ. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വാളുമായിട്ട് വന്ന ആളുകളെ വെട്ടുന്ന ആളുകളല്ല, അന്നദാതാക്കളാണ്. അവർ ഭക്ഷണം നമുക്ക് തരുന്ന ആളുകളാണ്. അപ്പം ഇതങ്ങനല്ല. വില കൂടിയ കാറുകളിൽ വരുന്നു, ട്രാക്ടറുകളുമായിട്ട് മാധ്യമങ്ങളെ നമ്മളെയൊക്കെ ഇടിക്കാൻ വന്നിട്ടുണ്ട്. കാരണം ജനൻ ടി വി ഒക്കെ ഇവർക്കെതിരായിട്ടാണ് വാർത്ത കൊടുക്കുന്നതെന്ന് നമ്മുടെ കൂടെ തന്നെയുള്ള ചില മഹാന്മാർ അവിടെ പോയി കൊളുത്തി കൊടുക്കൂ. അപ്പം നമ്മുടെ യൂണിറ്റ് നേരെയൊക്കെ ഇവർ ട്രാക്ടർ കൊണ്ട് ഇടിക്കാൻ വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കർഷക സമരത്തിൻ്റെ സമയത്ത് നമ്മളിത് കണ്ടതാണ്. അതായത് കോടിക്കണക്കിന് രൂപ ഈ സമരങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. അത് എവിടുന്ന് വരുന്നു എന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റില്ല. വിദേശ ഫണ്ടിങ് സ്വാഭാവികമായിട്ടുണ്ടെന്ന് നമ്മുടെ ഏജൻസികൾ കണ്ടെത്തിയതാണ്. ആ കർഷക സമരത്തിൻ്റെ അവസാനം എന്തായിരുന്നു? ഇതുപോലെ വലിയൊരു കലാപം രാജ്യതലസ്ഥാനത്ത് നടത്തുകയായിരുന്നു. അപ്പോൾ മുന്തിയ കാറുകളിൽ വരിക, ട്രക്ക് കൊണ്ടുവന്ന് ഇടിപ്പിച്ച് കയറ്റുക, ട്രാക്ടറുകളിലൂടെ മാധ്യമപ്രവർത്തകരെ കൊല്ലാൻ ശ്രമിക്കുന്നവർ ഓടിക്കുക, അങ്ങനെയുള്ള ഭീകരാന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിയാണ് 2021 കർഷക സമരം എന്ന പേരിൽ വലിയ സംഘർഷം ഉണ്ടാക്കിയത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? അത് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ലല്ലോ. ആ കർഷക സമരം നടന്ന ഹരിയാനയിൽ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. വോട്ടെണ്ണി ആദ്യത്തെ 1 മണിക്കൂർ പായസം വിതരണം ചെയ്ത കോൺഗ്രസ്സുകാരൊക്കെ പിന്നീട് ഇരുന്ന് കരയായിരുന്നു. കോൺഗ്രസ് ഇവിടുത്തെ ഇവിടുത്തെ ഫ്ലോറുകളിൽ മാധ്യമപ്രവർത്തകർ. അപ്പൊ ആ ഹരിയാനയിൽ പോലും ജയിക്കാൻ പറ്റിയില്ല. കർഷക സമരം വലിയ സംഭവമാണെന്ന് പറഞ്ഞ ഹരിയാനയിൽ പോലും ഇവർ തോറ്റുപോയി, കോൺഗ്രസ്സുകാർ തോറ്റുപോയി. പിന്നെ പശ്ചിമ യുപിയിലാണ് ഇവർ ആദ്യം വലിയ സംഭവമാകുമെന്ന് പറഞ്ഞത്. പശ്ചിമ യുപിയിലൊന്നും ഒരു ചലനം ഉണ്ടാക്കിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, അന്ന് ഈ കർഷക സമരത്തിൻ്റെ സമയത്തും ഈ വിദേശ ഫണ്ട് വ്യാപകമായിട്ട് ഇവർക്ക് വന്നിരുന്നു. ഇത്തരം ഖാലിസ്ഥാൻ ഗ്രൂപ്പുകളും ജിഹാദി ഗ്രൂപ്പുകളും തീവ്ര ലെഫ്റ്റിസ്റ്റുകളുമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ. ഈ 3 കൂട്ടരും ഈ രാജ്യം തകർന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. 3 കൂട്ടർക്കും അവരുടേതായ അജണ്ടകളുണ്ട്. സമയക്കുറവ് കൊണ്ടാണ് നമുക്ക് ഈ ചർച്ച ലക്ഷ്യം മോദി ഭരണത്തെ താഴെ അതിനുവേണ്ടി എല്ലാ ദേശവിരുദ്ധ ശക്തികളും, രാജ്യവിരുദ്ധരും രാജ്യത്തിന് പുറത്തുള്ളവരും വൈദേശിക ശക്തികളും എല്ലാം ഒന്നിച്ചണിനിരന്നിരിക്കുകയാണ് ജന്തർ മന്ദറിൽ.